ട്രിവാൻഡ്രത്ത് നിന്ന് 5 പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുമോ? അതാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ 4:30 നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ വിട്ടത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ്. അവിടെ 6 മണിയായപ്പോൾ എത്തി. 6:30 അവിടെ ഉണ്ണിയപ്പൊക്കെ കൊടുക്കുള്ളൂ. അത് കിട്ടിയില്ല കേട്ടാ. ഗണപതിയെ കണ്ട് നമ്മളൊരു ചായയും പാസ്സാക്കി നേരെ പോയത് കാട്ടിൽമേഘത്തിൽ ക്ഷേത്രത്തിലാണ്. നമ്മളെയൊക്കെ മണിയിട്ടണ കോവിൽ. കാട്ടിൽമേഘത്തിൽ നമ്മളെ കടത്തുവഞ്ചി കൂടെ വരാം. പിന്നെ ബീച്ച് സൈഡിൽ കൂടെ വേറൊരു റോഡുണ്ട്, ആ വഴിയും വരാം കേട്ടോ. ബീച്ച് സൈഡ് റോഡ് നല്ല രസമാണ്. അപ്പുറത്തെ കായലും ഇപ്പുറത്തെ കടവിലായിട്ട് നടുക്കും കൂടെ നമ്മൾ പോകണം. കാട്ടിൽമേഘത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഉണ്ണിയപ്പൊക്കെ കിട്ടി. ഉണ്ണിയപ്പൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ നേരെ ചെന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് കേട്ടോ. 9:30 ആയപ്പോൾ അവിടെ എത്തി. ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അതിതാ ഇവിടെ 100% കിട്ടും. എനിക്ക് പോയപ്പോഴെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്താന്തോ വല്ലാത്തൊരു ശക്തിയാണ് ഇവിടെ. നമ്മളെ 4ാമത്തെ അമ്പലമായിട്ട് നമ്മൾ പോയത് മണ്ണാറശാല അമ്പലത്തിലാണ് കേട്ടോ, ഹരിപ്പാടുള്ള. പണ്ട് പരശുരാമൻ കേരളം വീണ്ടെടുത്തപ്പോൾ നാഗങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടി കൊടുത്ത സ്ഥലമാണ് മണ്ണാറശാല എന്നാണ് ഐതിഹ്യം. അങ്ങനെ മണ്ണാറശാലയും തൊഴുതിറങ്ങി നമ്മൾ നേരെ വിട്ടത് നമ്മൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണനെ കാണാനാണ്. ചെന്ന് കയറിയപ്പോഴേ ഏതാണ്ട് ഈ ഒരു കൃഷ്ണൻ അമ്മയെ നോക്കി കണ്ണിറുക്കി കാണിക്കുന്നു. സമയം കളയാതെ നേരെ പോയി ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഒരു ടോക്കണും എടുത്ത് നമ്മൾ അവിടെ തന്നെ നിന്ന്. അവിടെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കായിരുന്നു. എപ്പോഴൊക്കെ ഞാൻ അമ്പലപ്പുഴ വന്നിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ചേച്ചി പാൽപ്പായസമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. 11:30 നമ്മളിവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ നമ്മളിവിടെ ഇരുന്നായിരുന്നു. അടുത്തുള്ള കടയിൽ നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. പിന്നെ ആ കണ്ണിറുക്കണ കൃഷ്ണനുണ്ടല്ലോ, അത് നമ്മൾ അമ്മയ്ക്ക് അങ്ങ് വാങ്ങിച്ചു കൊടുത്തു, ഒന്നും നോക്കിയില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ ചക്കുളത്ത് ടൈം ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോ. ചക്കുളത്തൊക്കെ ഇറക്കിയിട്ട് വീട്ടിലോട്ട് വച്ച് വിട്ടു. 9:30 ആകുമ്പോൾ വീട്ടിലെത്തി.